1 കിലോ ബീഫ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണേ. ഉപ്പ് നമുക്ക് ഈ സമയത്ത് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 4 വിസിലെടുക്കാം. ഇതാ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള വെള്ളം ഉണ്ടല്ലോ, ഇതൊന്ന് വറ്റിച്ചെടുക്കണേ. അതിന് നമ്മൾ കുക്കറുടെ അടപ്പിടാതെ തന്നെ ഗ്യാസിൽ വെച്ച് ഒന്ന് കത്തിച്ച് വറ്റിച്ചെടുത്താൽ മതിയേ. എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അതിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ. ബീഫ് എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താലാണ് അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പാകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കോരി മാറ്റാം. ഞാൻ 3 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാം. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ലെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നതും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 3 തുടം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 10 പച്ചമുളക്, 2 തണ്ട് കരിവേപ്പില. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. അല്ലാന്ന് വെച്ചാൽ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. നാരങ്ങ മാങ്ങ ഒക്കെ അച്ചാറിടുന്ന സമയത്ത് അതിൽ ഉപ്പും പുളിയൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടുക. അതുപോലെയല്ല ബീഫിൽ ഉപ്പും മുളകെല്ലാം പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പറഞ്ഞത്. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാൻ 2 സ്പൂൺ സാദാ മുളക് പൊടിയും 1 സ്പൂൺ കാന്താരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കായപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 2 സ്പൂൺ ഉപ്പ് പൊടി, 1 സ്പൂൺ പഞ്ചസാര കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. പൊടികളുടെയൊക്കെ പച്ചമണം മാറത്തക്ക രീതിക്ക് തന്നെ നമ്മളിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സൊർക്കയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതായത് വിനാഗിരി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലൊഴിച്ചിരിക്കുന്ന സൊർക്കയുണ്ടല്ലോ, ഇതെല്ലാം ഈ ബീഫ് വലിച്ചെടുത്തോളും. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്താണല്ലോ എടുത്തിരിക്കുന്നത്. ഇതൊരു 10 മിനിറ്റ് നേരം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി ഇതൊന്ന് ടൈറ്റായി വരുവേ. ഉപ്പിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ചെറുതായി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ള നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇത് ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കാലം കേടുകൂടാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അച്ചാർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വലിയ പാത്രത്തിലാണല്ലോ ആക്കി വെക്കാറ്. അതിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം അച്ചാർ ഉപയോഗിക്കുക. നനവുള്ള സ്പൂൺ കൊണ്ട് ഒരിക്കലും നമ്മൾ അച്ചാറുകൾ എടുക്കരുത്. സ്പൂണും നല്ലപോലെ ഉണങ്ങിയതായിരിക്കണേ. മാങ്ങ, നാരങ്ങ, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ പെട്ടെന്ന് ഉപ്പ് മുളകെല്ലാം പിടിച്ച് കിട്ടും. അതുപോലെയല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൽ പെട്ടെന്ന് എരിവും ഉപ്പൊന്നും പിടിച്ച് കിട്ടില്ല. പിന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബീഫ് പരമാവധി എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.